നമ്മുടെ ഇന്നത്തെ യാത്ര ഹട്ട ഡാമിലേക്കാണ്. ഹട്ട ഡാം ഉള്ളത് ഒമാൻ ദുബായ് ബോർഡറിലാണ്. പണ്ട് ഈ പ്രദേശം ഒമാനിൻ്റേതായിരുന്നു. പിന്നെ ഒരു 1850 ഏകദേശം അതിൻ്റെ അടുത്തോടു കൂടിയാണ് അത് ദുബായിക്ക് അവകാശമായത്. നമ്മൾ ഇൻ്റർനാഷണൽ സിറ്റിയിൽ നിന്ന് പോയപ്പം ഷാർജ ഖൽബ റോഡ് ആ വഴി ആണ് പോയത്. പിന്നെ എമിറേറ്റ്സ് റോഡിലേക്ക് കയറി E44. പിന്നെ ഈ വഴി പോകുമ്പോഴും രണ്ട് സൈഡ് കുറേ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും മരുഭൂമി തന്നെയാണ്. പിന്നെ നമുക്ക് മല കാണാം. പിന്നെ മല കണ്ടാണ് പോകുന്ന വഴിക്കെല്ലാം മലയാണ്. ഈ വഴി പോയപ്പോൾ നമുക്ക് അധികം ക്യാമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കഴുതുകളെയൊക്കെ കണ്ടു. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാമായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ നിന്നതാ നമുക്ക് ആ മല കാണാം.
ഇനിയിപ്പം മല തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ മലകളാണ്. ഒരു എന്താ പറയുക, നല്ലൊരു വൈബാണ് കേട്ടോ. മറ്റേ നമ്മൾ ജബൽ ജെയ്സിലൊക്കെ പോയപ്പോൾ കണ്ട പോലെയല്ല. അത് ഹെയർ പിന്നായിരുന്നു ഫുള്ള്. ഇത് ഹെയർ പിന്നൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡ്, ഇടയ്ക്ക് വളവൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഫുൾ മലകൾ തന്നെ മലകൾ. അതിങ്ങനെ ഇടിഞ്ഞു പോവാതിരിക്കാൻ അവർ 2 സൈഡിലും തേച്ചിട്ടൊക്കെയുണ്ട്. സൈഡൊക്കെ നല്ല തിട്ട കെട്ടിയിട്ടൊക്കെയുണ്ട്. നല്ല പ്രൊട്ടക്ഷൻ ചെയ്ത് പോയേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഹട്ട ടൗണിലേക്ക് കയറുവാണ്. അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. Exit the roundabout. അങ്ങ് ദൂരെ ഒരു മലയിൽ നമുക്ക് ഹട്ട എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കണ്ടോ? ഈ ഹട്ട ഡാമിൻ്റെ ബാക്കിലുള്ള മലകളുടെ പേരാണ് അൽഹജാർ മൗണ്ടൻസ്. അൽഹജാർ മൗണ്ടൻസ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളുള്ളത്. ഇത് ഒമാൻ ബോർഡറാണ്. നമ്മൾ ആദ്യം ഒരു ഡാമിൽ പോകാമെന്ന് വിചാരിച്ചാണ്, ഒരു റീൽസ് കണ്ടിട്ട് ആണ് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്, സുഹൈൽ ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹട്ട ടൗൺ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതായത് ഒമാൻ ബോർഡർ, ഒമാൻ്റെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാൽ നമുക്ക് സുഹൈൽ ഡാമിലെത്താം. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഹട്ട ടൗൺ എത്തി. അവിടെ വിസിറ്റ് ഹട്ട എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹട്ട ടൗൺ കഴിഞ്ഞിട്ട് മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡ് നമുക്ക് ഡാമൊക്കെ കാണാം, വെള്ളമൊക്കെ കാണാം. ഇത് സുഹൈൽ ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇറങ്ങി സുഹൈൽ ഡാമിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ പോയപ്പോൾ ഒരു മനുഷ്യനില്ല അവിടെ. അവിടെ പോയി നമ്മൾ തിരിച്ച് എന്താ പറയുക, ഹട്ട ഡാം സുഹൈൽ ഡാമിലേക്ക് പോകുന്ന ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. പക്ഷേ ആൾക്കാരെ ആരും കാണുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ സ്വിമ്മിങ് പാടില്ല, ഡ്രോൺ ഉണ്ടാവും, പിന്നെന്താണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് പേടിയായി, ഇനി വല്ല ഫൈൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ പോയി
തിരിച്ചിങ്ങി വന്നു. അവിടെ വെള്ളവും കാണുന്നില്ല. പിന്നെ ഇടയ്ക്ക് കുറേ ഇങ്ങനെ അരുവികൾ പോലെയൊക്കെ കാണാം. ആ സ്ഥലങ്ങളിലൊക്കെ വെള്ളം വറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ വരെ പോയി റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു. പക്ഷെ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ഫീൽ കിട്ടും കേട്ടോ. ഈ റോഡ് ഭയങ്കര ഇതായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പോവാം. പിന്നെ കുറേ ചെടികളൊക്കെ, ഈ ചെടികളൊക്കെ നമ്മൾ നാട്ടിലല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ ദുബായ് വന്നിട്ട് ഇങ്ങനത്തെ ചെടികളൊന്നും കണ്ടിട്ടില്ല. അരുവി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം ജസ്റ്റ് ആ കാറ് പോകുന്ന സൈഡിൽ കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ നീർച്ചാല് പോലെ കാണാം. അപ്പോൾ അവിടെ ഒരു ബോർഡും കണ്ടോ? ആ ബോർഡ് അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി. പിന്നെ നമുക്ക് വേഗം തിരിച്ചു പോകാമെന്നുള്ളൊരു മൈൻഡായി. അവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടോ, വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇറങ്ങാൻ ഒരു ധൈര്യക്കുറവായിരുന്നു. പിന്നെ ഇത് മഴക്കാലത്ത്, ഇപ്പോൾ ഈ സീസണിൽ ചൂട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താ പറയുക, എൻജോയ് ചെയ്യാനുള്ളൊരിതില്ല. മഴക്കാലത്താണെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ മാറ്റി മഴക്കാലം ആകുമ്പോഴത്തേക്കും വരാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. ഇവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് നീങ്ങിയിട്ട് നമ്മൾ വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്ത് അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിന്നു. പിള്ളേർക്കും ഒരു സന്തോഷമാവുമല്ലോ. ഇതാണ് നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയും വെറൈറ്റി കല്ലുകളും ഒക്കെ. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മഴ സമയത്ത് വന്നാലേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, മങ്കിയാണ് നിന്നു. അപ്പോഴത്തേക്കും ഒരു പാമ്പിനെ കണ്ടു. ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. പറയാൻ പറ്റത്തില്ലല്ലോ, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയില്ലല്ലോ. പിന്നെ ഈ വെള്ളത്തിലൊക്കെ പിള്ളേർ കല്ലെറിഞ്ഞ് കളിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ ആശാനെ കണ്ടത്, ആ പാമ്പിനെ. പിന്നെ ഞങ്ങൾ വേഗം ജീവനെ കൊണ്ട് ഓടി. എന്താ കാരണം ഹെൽപ്പിന് പോലും നമുക്കൊരു മനുഷ്യനെ അവിടെ കാണാനില്ല. എല്ലാ വീടും ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട്, വഴി പോലും ആൾക്കാർ ആരുമില്ല. ഈ വണ്ടിയെ പോകുന്നവരല്ലാതെ ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെ നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം. പക്ഷെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയാ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഉള്ള ഒരു സ്ഥലമായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ മഴ സമയത്ത് വരാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അവിടെ നമ്മൾ വണ്ടി എടുത്തു. വീണ്ടും ഇവിടെ നിന്ന് കയറി റൈറ്റിലേക്ക് ടേൺ എടുക്കാൻ റൈറ്റിലേക്ക് എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഒമാൻ ദുബായ് ബോർഡർ കാണാവുന്നത്. ഒമാൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെയാണ്. അപ്പം അത് കാണാൻ പറ്റി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒമാൻ ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോർഡറിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്.
പിന്നെ ഹത്തേലേക്ക് ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ലീം ലേക്ക് എന്ന് പറഞ്ഞ് കാണാം. അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം ഒന്ന് റൗണ്ട് അടിച്ച് ചായയൊക്കെ കുടിച്ച് എന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ പാർക്കിലും ഒക്കെ പിന്നെ നമ്മൾ പോയില്ലേ സുഹേൽ ഡാം, ആ ഏരിയയിലൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ വണ്ടി നിർത്തി ആ സ്ഥലങ്ങളൊക്കെ ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ്. പിന്നെ ഈ ലീം ലേക്കിൻ്റെ ഇവിടെയും ക്യാമ്പിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കുറേ താറാവുകളെ ഒക്കെ കാണാം. നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു പാർക്കായിരുന്നു. അവിടെ ഒത്തിരി പേര് നിപ്പുണ്ട്. അങ്ങോട്ട് നോക്ക് എടി, ഇത് നോക്ക്, കണ്ടോ? കണ്ടോ? സ്കൂട്ടർ ഉണ്ടല്ലോ. ആ അവിടെ നടക്കണ്ടേ? ഒന്നുമില്ല, മറ്റേ സ്ലൈഡും കാര്യങ്ങളൊക്കെ.
നമ്മൾ ഹട്ട ഡാമിലേക്കുള്ള വഴി കയറി എത്തി. ഇവിടെ ഓഫ് റോഡ് പോലെ കേട്ടോ, ഒത്തിരി കട്ടറൊന്നും ഇല്ല എന്നാലും. ഓഹ്, എന്തൊരു വലിയ മലയാണ്, മലകൾക്കകത്തൊരു ഡാം. ആ ഡാമിലാണെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റ് മൊസൈക്ക് ആർട്ട് വർക്ക് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ ഹട്ട ഡാമിൽ. അത് കിട്ടിയത് 2024 നവംബർ 25-നാണ്. ഇപ്പം നമുക്ക് ഡാമിൻ്റെ അവിടെ നോക്കാം. 2 ആൾക്കാരുടെ പിക്ചറുണ്ട്. കണ്ടോ, 2 പേരെ കാണുന്നില്ലേ? അത് ഫൗണ്ടേഴ്സാണ്, UAE ഫൗണ്ടേഴ്സാണ്. ഒരാൾ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനും ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മുത്തും. അപ്പോൾ അവരുടെ പിക്ചറാണ്, മ്യൂറൽ ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് ഗിന്നസ് റെക്കോർഡിലും കയറി. ഈ മ്യൂറൽ ആർട്ട് വർക്കിൻ്റെ ഫുൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 2198.7 സ്ക്വയർ മീറ്ററാണ്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു റഷ്യൻ ആർട്ടിസ്റ്റാണ്, സെർജി കൊർബാസോവ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 100 ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ആർട്ടിഷ്യൻസും കൂടെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവർ 4 മാസം എടുത്തു ഇത് ചെയ്തു തീർക്കാൻ. 1.2 മില്യൺ ഇൻഡിവിജ്വൽ പീസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പീസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 5x5 തന്നെയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ പീസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹജാർ മൗണ്ടനിൽ തന്നെയുള്ള റോക്സും സോയിലും തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അതവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട് വന്നു. അപ്പോൾ അവിടെ ഷട്ടിൽ സർവീസ് ഉണ്ട്, ഫ്രീ ഷട്ടിൽ സർവീസാണ്. അവരുടെ തന്നെ കുറേ വണ്ടികളുണ്ട്. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്കതിൽ വേഗം പോയി തിരിച്ചു വരാനും ഈ സെയിം ഷട്ടിൽ സർവീസ് തന്നെയുണ്ട്. ഫുള്ളായല്ലേ? Pinzani mi este 2 tarik. Sira bebe mi este wala saidi. Tarafna pinzani mi este 2 tarik wala wagura tsitsi so pita sira. Ya motawaqqa saidi return.
காரில் மேலே வந்தால் மேலே வந்து மேலே உடல பாக்கி கீழே படிச்சுட்டு இன்னொரு ஓகே 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 அப்படியா சரி வாங்க வெயிட் பண்ணுறோம். எங்கே இருக்கீங்க இப்போ கரெக்டாக? சரி ரைட் அடுத்த பிரச்சனை எங்கே இருக்கு? சரி யார் பண்ணுறது உங்களுக்கு வேலை நடந்துருக்கீங்க இருந்து ஒரு ஃப்ளைட்டு பிடிச்சி நேரம் டேப்பில் தான் இருக்கு வரப்போ சரி ரைட் வாங்க வெயிட் பண்ணுறோம். പിന്നെ മുകളിൽ വന്നിട്ടുള്ള കാഴ്ച പറയാതിരിക്കാൻ അടിപൊളി സീന, അടിപൊളി വ്യൂ ആണ്. കയാക്കിങ്ങൊക്കെ ഉണ്ട്. നമ്മൾ കയറിയില്ല, കുറച്ച് റേറ്റ് കൂടുതലാണ്, നമ്മൾ കയറിയില്ല. സ്റ്റാർട്ടിങ് 60 ദിറത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ, ഭയങ്കര ഫീൽ. ഒരു പ്രാവശ്യമെങ്കിലും വരണം, ഇനിയും ഒന്നുകൂടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ താഴെ പിള്ളേർക്കുള്ള പാർക്കുണ്ട്, നമുക്കവിടെ എൻജോയ് ചെയ്യാം. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരു കോർണറിൽ ഒത്തിരി ഫുഡ് സ്റ്റോൾ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഒക്കെ ഉണ്ട്. ഭയങ്കര വ്യൂ ആട്ടെ, ഇവിടെ നിന്ന് ഫുൾ അട്ട നമുക്ക് കാണാൻ പറ്റും. Judo baby. Let's go on the yellow boat. Yeah. Let's go on the yellow boat. ഇവിടെ നിൽക്ക് രണ്ടുപേരും, അങ്ങോട്ട് നോക്കിയേ. ഡാം സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വ്യൂ പോയിൻറ്റിലും കൂടെ നമുക്ക് താഴേക്ക് പോവുകയും ചെയ്യാം, നമുക്ക് ഇവിടെ നിന്നും സീൻസ് കാണാം. ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നടന്നു പോയാലും ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് പോവുക. നല്ലൊരു ഫീൽ ഗുഡായിരുന്നു. നമ്മൾ ചെന്നത് ഇതുപോലെ സന്ധ്യ സമയത്തായിരുന്നു, അപ്പോൾ ആ പകലത്തെ ഇതും കാണാൻ പറ്റി, നൈറ്റിലുള്ള വ്യൂവും കാണാൻ പറ്റി. കാണുന്നതല്ലേ എടുക്കാൻ പറ്റൂ.
ഇങ്ങോട്ട് നോക്കി അറിഞ്ഞേട്ടാ ഡൂഡു. ആ തിരിച്ച് വീണ്ടും നമ്മൾ ആ വണ്ടിയിൽ തന്നെ താഴേക്ക് വന്നു. പിള്ളേർ ഓടിപ്പോയി. അത് ഓട്ടോ എങ്ങോട്ടാണെന്നുണ്ടോ, അടിപൊളി പാർക്കുണ്ട്. പിന്നെ അവിടെ ഭയങ്കര കളിയായിരുന്നു. നല്ല ലൈറ്റിങ്സും നല്ല ഭംഗിയുണ്ട്. നല്ല സ്ഥലമാണ്. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാവും. കാരണം നമുക്ക് കാണാനും ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ളതുകൊണ്ട്. ദുബായിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മളൊരു 8 മണിക്ക് ഇറങ്ങി 10:30 ആയപ്പോഴത്തേക്കും ദുബായിലെത്തി. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്യാമേ. ഈ ഫോട്ടോസിലൊരു ഫ്ലവർ വേസ് പോലത്തെ ഒരു മരമുണ്ട് കേട്ടോ. ആ മരം അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും കാണുക. അതുപോലെ ഈ കാക്ടസും ഇതിൻ്റെ ടൈം കാക്ടസ് ആണ്. എന്നാലും ഇത്രയും അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റി. കേട്ടെടുക്കാൻ അടിപൊളിയാണ്. കണ്ടതിന് ഒരുപാട് ഫോൺ മെമ്മറി ഒക്കെ ഇനിയും കാണുക. ഇനിയും വീഡിയോസ് ഇടുന്നത് കാണുക, സപ്പോർട്ട് ചെയ്യുക. തകർക്കാം. എന്തെങ്കിലും എന്താ പറയുക, തെറ്റുകൾ എൻ്റെ വർത്തമാനത്തിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.